നമസ്കാരം. ശാസ്ത്രലോകത്തിനോ വിദ്യാഭ്യാസ വകുപ്പിനോ മറ്റു മതങ്ങൾക്കോ ആർക്കും അറിയാൻ വയ്യാത്ത ഒരു പ്രപഞ്ച രഹസ്യമാണ്. ഒന്നല്ല, 3 പ്രപഞ്ച രഹസ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കാറ്റിന് മാത്രമേ പറക്കാൻ കഴിയൂ. മറ്റു ജീവികൾക്കൊന്നും തന്നെ പറക്കാൻ കഴിയില്ല. കാറ്റിനെ ചിറകിട്ടടിച്ച് പറപ്പിച്ചാണ് പക്ഷികൾ വരെ സഞ്ചരിക്കുന്നത്. വിമാനവും കാറ്റിനെ പറത്തിക്കളഞ്ഞാണ് സഞ്ചരിക്കുന്നത്. ഇത് ശാസ്ത്രലോകത്തിനൊന്നും അറിയില്ല. ഞാനിത് ശരിയായ വണ്ണം അന്വേഷിച്ച് പഠിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. രണ്ടാമതായി, പുഴയിലൂടെ, കായലിലൂടെ, കടലിലൂടെ യാതൊരു വസ്തുക്കളും ഒഴുകി വരില്ല. എന്തെന്നാൽ ദ്രാവക രൂപത്തിലുള്ളവയ്ക്ക് മാത്രമേ ഒഴുകാൻ കഴിയൂ. പാഠപുസ്തകങ്ങളിൽ കഥ, കവിത, സിനിമകളിലെ പാട്ടുകളെ തുടങ്ങി ബൈബിള്, ഖുറാന്, മഹാഭാരതം, ഭഗവത്ഗീത തുടങ്ങി പലതിലും ഒഴുകി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് പാഠപുസ്തകങ്ങളിൽ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം തറയിലൊഴിച്ചാൽ ഒഴുകിപ്പോകും. ഒരു ചെരുപ്പ് ഊരിയിട്ടാൽ ഒഴുകുകയില്ല. അതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം. മറ്റൊന്ന്, മഴ പെയ്യുന്നത് ഭൂമിയിലല്ല, കാർമേഘത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് മഴ പെയ്യുക എന്ന പ്രതിഭാസം. ഭൂമിയിൽ ലഭിക്കുന്നത് ജലത്തുള്ളികളാണ്. തുള്ളി തുള്ളിയായിട്ടാണ് ഭൂമിയിൽ ഇത് പതിക്കുന്നത്. ഇതിന് ജലത്തുള്ളി വരവ് എന്ന് മാത്രമേ പറയൂ. പാഠപുസ്തകങ്ങളിൽ മറ്റും ശാസ്ത്രജ്ഞന്മാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പാഠപുസ്തകങ്ങൾ എഴുതുന്ന അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനിയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ കാറ്റിന് മാത്രമേ പറക്കാൻ കഴിയൂ, ജലത്തിന് മാത്രമേ ഒഴുകാൻ കഴിയൂ, ദ്രാവക രൂപത്തിലുള്ളവയ്ക്ക് മാത്രമേ ഒഴുകാൻ കഴിയൂ, മറ്റുള്ളവയ്ക്കൊന്നും ഒഴുകാൻ കഴിയില്ല. മഴ പെയ്യുന്നത് ഭൂമിയിലല്ല, കാർമേഘത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിന് ഐസ് കട്ട ഒരു മരത്തിൽ കെട്ടിവെച്ചാൽ ഐസ് അലിയുക എന്ന പ്രതിഭാസം നടക്കുന്നത് ഭൂമിയിലല്ല, മരത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ഐസ് കട്ടയിലാണ് ഈ ഐസ് കട്ട അലിയുക എന്ന പ്രതിഭാസം നടക്കുന്നത്. താഴെ വീഴുന്നത് ജലത്തുള്ളികൾ മാത്രമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതുവരെ പഠിച്ചിരുന്ന പാഠങ്ങളിൽ തെറ്റായ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും പഠിച്ചത് ഈ തെറ്റ് തന്നെയാണ് പഠിച്ചിട്ടുണ്ട്. ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചും കണ്ടുപിടുത്തത്തിൻ്റെ കാര്യങ്ങളനുസരിച്ചും വേണം ഇത് പഠിച്ച് പാഠപുസ്തകങ്ങളിൽ എഴുതി വേണം ഇനിയുള്ള തലമുറയെങ്കിലും പഠിപ്പിക്കുക. സുഭാഷ് മണിക്കുട്ടൻ, മാന്നാർ.